ഭയങ്കര സ്പീഡിലല്ലേ പോകുന്നു. ഒരു മൈൻഡ് എന്തോ അത്യാവശ്യമായിട്ട് പോവുക. കംസനാടാ താടിയും മുളച്ചതിനകത്തിരി. പോട്ടെ, അത് തട്ടിക്കഴിഞ്ഞാ പിന്നെ നമ്മള് ഭയങ്കര ദേഷ്യക്കാരാണ്. ആരെങ്കിലും ഒരാള് ഇത് വലിയ വണ്ടി ഇതിലൊന്നും തട്ടാൻ പറ്റൂല. അയ്യോ വണ്ടി ഇടിച്ചിട്ടേ. എന്നിട്ട് പണിക്കാരെ കിട്ടിയാ? കോൺട്രാക്ട് കൊടുത്താ? അത് നന്നായി. തറവാട്ടിലെ എല്ലാ വാതിലുകളും പൊളിഞ്ഞു കടാറായി. നല്ല മരങ്ങളാണ് സർവീസ് ചെയ്യേണ്ടത്. എന്നിട്ട് കിട്ടിയല്ലേ? ഓ മണി ഒന്നും മാറിയില്ലേ? മണി ഒരു മിനിറ്റ്, ഞങ്ങൾ കളിക്കല്ലേ? എന്റെ പൊന്നമ്മ, മുറ്റത്ത് ഇത്രയും സ്ഥലം കിടന്നിട്ട് ഞങ്ങൾ കളിക്കുന്ന ഇടയ്ക്ക് മാത്രമേ അമ്മയ്ക്ക് ഫോൺ വിളിക്കാൻ കണ്ടോളാം. ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ വേറെ പോയി മറിയുന്നോ? എന്റെ മണി, മോള് പറഞ്ഞാല് കാര്യമുണ്ട്. അവൾ വല്ലപ്പോഴും ഒരിക്കലാണ് ശരീരം ഇളകുന്നത്. അത് ഈ ഷട്ടിൽ കളിക്കുമ്പോഴാണ്. ഞാൻ വല്ലപ്പോഴും ഒരിക്കൽ ഫോൺ വിളിക്കാറുണ്ട്. മണി മാറിയില്ല, മോള് പറഞ്ഞ ശരിയാണ്, മാറില്ല. ഞങ്ങൾ കളിക്കും. ഞാൻ ഇവിടെ നിൽക്കും, നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ നിന്ന് കളിച്ചോ, അല്ലെങ്കിൽ വേറെ എവിടെയും പോയി കളിച്ചോ. ഒന്നുകൂടെ പറഞ്ഞു. ഇതെന്ത് കഷ്ടം. ആ പോയി മോള് കളി. മോള് വാ. ആ അച്ഛൻ പറയാ. ഇനി ഇടയ്ക്ക് അറിയുണ്ടല്ലോ. ആ എന്നിട്ട് ശ്രദ്ധിച്ച്. ഓക്കെ. കൊള്ളാലോ നീ. അയ്യോ തന്നെ, ഞാൻ അറിഞ്ഞില്ല ഏട്ടാ. അയ്യോ കഷ്ടമായിപ്പോയത്. ബാക്ക് വീശുമ്പോ കയറി കൊള്ളു. ഇനി ഓരോ കഷ്ടകാലം വരുമ്പോ എന്തോ ചെയ്യാൻ പറ്റുമല്ലോ. കുഴപ്പമില്ല, ഇത് എങ്ങോട്ടൊക്കെ അടിച്ചു കളയാം. പിന്നെ അങ്ങനെ അങ്ങ് പോവും. എന്നിട്ട് അയ്യോ അയ്യോ. റെഡി? മണി മണി മനുഷ്യനെ കൊല്ലാനായിട്ട്. എന്നല്ല, ഞാനല്ല. അപ്പോഴുണ്ടല്ലോ, ഞാൻ നോക്കിക്കോ. നിനക്ക് കിട്ടും, നോക്കിക്കോ. നോക്കട്ടെ, ഭാഗത്ത് നോക്കാം. അയ്യോ, ഇതാരുടെ വണ്ടി? ഇത് പിടി, ഇത് പിടി, ഇത് പിടി. ഇതാരുടെ വണ്ടി? അങ്ങനെ പോയത്? മണി, വണ്ടി കണ്ട എവിടെ കൊണ്ട് ഇടിച്ചിരിക്കുന്നു? ഇടിച്ചിരിക്കുന്നു. വീണോ അവള്? എല്ലാരും വണ്ടി പോയിട്ട്. മോളെ റിങ്കി. അമ്മ 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 എനിക്ക് അറിയാണ്ട് പറ്റിയാണമ്മ. അബദ്ധം പറ്റിപ്പോയതാണ്, മലപ്പുറമൊന്നുമല്ല. റിങ്കി എവിടെ? റിങ്കി എവിടെ? റിങ്കി മോളോട്ട് ഇറപ്പി. അവളൊന്നും പറഞ്ഞൊന്നുമില്ല, ഞാൻ വിളിച്ചിട്ടൊന്നും മൈൻഡ് ചെയ്യില്ല. റിങ്കി, റിങ്കി, മോളെ റിങ്കി, ഇങ്ങ് വന്നേ. അച്ഛനെ തല്ലല്ല അച്ഛാ. ഇങ്ങ് വന്നേ, ദേഷ്യം പിടിപ്പിക്കോണ്ട് ഇറങ്ങി വാ. അച്ഛാ പ്ലീസ്. വല്ലതും പറ്റിയ നിനക്ക്? ഇങ്ങോട്ട് വാ. വല്ലതും പറ്റിയാ? എന്ത് സംഭവിച്ചത്? ഇതാരുടെ വണ്ടി? വണ്ടി? ഈ വണ്ടി ആരുടെ? അത് പിന്നെ അച്ഛാ, ഞാൻ ഈ വണ്ടി ആരുടെ? ആരുടെ വണ്ടി പറ. അത് പിന്നെ ഞാനേ. അത് പിന്നെ ഞങ്ങള് ആരുടെ വണ്ടി? താളം ചവിട്ടാതെ കാര്യം പറയും. എടി ഇതാരുടെ വണ്ടി? അച്ഛാ തല്ലല്ലോ അച്ഛാ. നീ പറ. പറയാ, ഇതെന്റെ ഫ്രണ്ടിന്റെ വണ്ടിയാണേ. വണ്ടി ഇടിച്ചാ? വണ്ടിയിൽ നിറയെ അടയാളം ഉണ്ടല്ലോ ഇടിച്ചായിട്ട്. എന്ത് സംഭവിച്ചത്? അത് ഞാൻ മധുവാലം റോഡ് വഴി ഈ വണ്ടിയും കൊണ്ട് പോയി. അപ്പോഴത്തേക്കും എന്റെ ഫ്രണ്ടിൽ ഒരു ഓട്ടോ വന്നു. അതിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിച്ചാണേ. ഓവർടേക്ക് ചെയ്തു. എന്ത് സംഭവിച്ചു? എന്നിട്ട് എന്റെ ഫ്രണ്ടിൽ ഒരു ചേട്ടൻ വന്ന് ചാടി. അങ്ങനെ ഞാൻ ഇടിച്ചിട്ട്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അയാൾക്ക് ബോധമില്ല.
ആൾക്കാരൊക്കെ കൂടി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി. എന്നിട്ട് അവിടെ എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നീ അവിടെ ഇട്ടിട്ട് പോന്നോ? ദൈവമേ. ചേച്ചി ഇങ്ങ് വാ. ഇത്ര നിസ്സാര കാര്യത്തിൽ നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട. എന്തോ ചെയ്യും? സിമ്പിൾ കാര്യമ്മ, പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. മോട്ടോർ വെഹിക്കിൾ ആക്ട് 31 പ്രകാരം ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കും. രണ്ടാമത് IPC 279 വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോയി, ഹിറ്റ് ആൻഡ് റൺ. പിന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള സംഭവം ഉണ്ട്, മനഃപൂർവ്വം അല്ലാത്ത നരഹത്യ, IPC 304A. പിന്നെ അച്ഛനും ഉണ്ടൊരു സംഭവം, ലൈസൻസ് ഇല്ലാത്ത മോക്ക് വണ്ടി ഓടിക്കും. എന്റെ വണ്ടി അല്ലല്ലോ. അച്ഛനെ വണ്ടി അല്ലെന്ന് കണ്ടുപിടിച്ച് വരുമ്പോ അച്ഛന് ജയിലിൽ കയറുന്ന അഴിയണ്ട. അല്ല, ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? അതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ വിഷയം. മാമനെ വിളിച്ച് ഇവരെ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കാനുള്ള വകുപ്പുണ്ടാകും. നോക്ക് മണി, ഇതൊന്നും ഞാൻ അറിയാത്ത കാരണം. ഇതെല്ലാം എന്റെ തലയിൽ തന്നെ വരും. നിന്റെ അടുത്ത് 1000 വട്ടം പറഞ്ഞിട്ടില്ലേ ലൈസൻസ് ഇല്ലാതെ വണ്ടി എടുക്കല്ലെന്ന്. അച്ഛൻ ഞാൻ അധിക ദൂരം ഒന്നും പോയില്ല അച്ഛാ. അയ്യോ, അവളുടെ വണ്ടി വൈകിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് എടുത്തോണ്ട് വന്നതാണ് ആവശ്യത്തിന്. ചേച്ചി ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കൈവിട്ടു പോയി. ദൈവമേ, ആ ചേട്ടനും എല്ലാം പറ്റിയാന്തോ. നിന്റെ അല്ലയോ ഇടി, എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയല്ല, പപ്പടം പൊടിയണ പോലെ പൊടിഞ്ഞാണ്. പിങ്കി ശവത്തി കുത്താറടി. അച്ഛാ എന്തെങ്കിലും ചെയ്യച്ചാ. അതെ, നമ്മള് പറഞ്ഞ പോലെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. മണിക്കൂട്ടി ചേട്ടൻ്റെ അടുത്ത് വിളിച്ച് വരാൻ പറയട്ടാ. വേണ്ട മണിക്കൂട്ടം വേണ്ട, ഇത് എങ്ങനെയെങ്കിലും പറഞ്ഞൊപ്പിക്കാം. ഇനി മണിക്കൂട്ടം വന്ന് ഞാൻ ഇടി കൊണ്ടവനെ പിടിച്ചിട്ട് അവനെ ഇടിച്ച് പിന്നെ അതും ഒരു കേസായി. അതാണ് അതും എന്റെ തലയിൽ വരും. വേണ്ട. പിന്നെ എന്തോന്ന് ചെയ്യും? അച്ഛൻ ഞാൻ പുലിനട വീട്ടിൽ കുറച്ച് ദിവസം പോയി നിക്കട്ടോ. അകത്ത് കയറിയിരിക്കാതെ ഇറങ്ങി വേണോ? അതെ, പുലിനട വീട്ടിൽ പോവേണ്ടി വരൂല, പോലീസ് എത്തിക്കഴിഞ്ഞു. അയ്യോ എന്തോന്ന് സംഭവിക്കും ഇനി? വലിയ മാളത്തിരിക്കുന്നതാണത് എല്ലാം. അകത്ത് ഒരെണ്ണം പോലും വെളിയില്ല. ഈ വണ്ടി വെച്ചല്ലേ എന്നെ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. എന്തോ എഴുതി വെച്ചേക്കുന്നു, പാത്തിമ്മയുടെ വണ്ടി. പോലീസൊന്നും ഞാൻ ആരെയും കണ്ടില്ലല്ലോ. ചിലപ്പോ ഫ്രണ്ടിൽ നോക്കിട്ട് കാണാത്തോണ്ട് ബാക്കിൽ എങ്ങാനും പോയി കാണൂ. ഇതായി നിങ്ങളാര്? നിങ്ങളായിരുന്നു റോഡ് സൈഡിലൂടെ വളരെ ഡീസന്റ് ആയി പോയി എന്നെ ഈ വണ്ടി കൊണ്ടുവന്ന് ഇടിച്ച് കൊല്ലാൻ നോക്കി ഈ കൊച്ചു. എന്നിട്ട് അത് ചോദിക്കാൻ നിങ്ങളായിരുന്നു? അത് പറയാൻ എന്റെ അടുത്ത് നിങ്ങളാര്? എന്ത് ചോദ്യം നിങ്ങളാര്? മക്കളെ, ഇതാണ് ആള്. ആണച്ചാ. മണി, ആള് കള്ളു കുടിച്ചിട്ടുണ്ട്. പ്രശ്നം തന്നെ ഇത്. ഇത് കള്ളു കുടിച്ചല്ല, അവളെ വണ്ടി വന്ന് ഇടിച്ചിട്ട് വെളുപോയതാണോ? നിന്ന് പെറുപിറുക്കാതെ ആണുങ്ങളെ പോലെ മുഖത്ത് നോക്കി സംസാരിക്കണം. എന്നോട് വേണം വീട്ടുകാരെ അനാവശ്യം പറയുന്ന അത് കഥ അനാവശ്യം. റോഡ് സൈഡിലൂടെ വളരെ ഡീസന്റ് ആയി പോയോണ്ടിരുന്ന എന്നെ ഈ വണ്ടി കൊണ്ടുവന്ന് ഇടിച്ച് കൊല്ലാൻ നോക്കിയത് അത് ഒരു പ്രശ്നമില്ല. ഈ പറയുന്ന ഞാനാണ് അനാവശ്യം പറഞ്ഞല്ലേ? അതാണ് നിങ്ങള് പ്രശ്നം ഉണ്ടാക്കണ്ട. നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. എന്താ ചെയ്യാം? അത് ന്യായം. എന്തോ ചെയ്യാൻ പോണു? 10-200 കൊടുത്ത് ഒഴിവാക്കാം മണി. അതാ നല്ലത്, പെട്ടെന്ന് ഒഴിവാക്കി വിട്ടു, അല്ലെങ്കിൽ ഇത് തലവേദനയാവും നമുക്ക്. ചെയ്യും പറഞ്ഞത് ഒതുക്കി വീട് കേട്ടോ, പെട്ടെന്ന് പറഞ്ഞു വിടണം കേട്ടോ, അല്ലെങ്കിൽ പണിയാവും കേട്ടോ. എന്റെ കൈ ഒടിഞ്ഞിരിക്കുക. കൈ ഒടിഞ്ഞിരിക്കുവാന്ന്. നിങ്ങളുടെ കൈക്ക് നേരെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, കാഴ്ചയിലും പ്രശ്നമൊന്നുമില്ല. അല്ല, നല്ല ഒടിഞ്ഞിരിക്കുവാന്ന്. ഞാൻ പിന്നെ കാണിക്കാത്തല്ലേ, എനിക്ക് ഡോക്ടറെ കാണിക്കണം, പൈസ എടുത്തോണ്ട് വെക്കണെന്ന് വെച്ചാ. എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വീടച്ചാ, അല്ലെങ്കിൽ പണിയാവും. എന്തെങ്കിലും ഒന്നും കൊടുക്കാൻ പറ്റില്ല, 10-100 ഒതുങ്ങത്തില്ല കേട്ടോ. ഓ, എവിടെ പോണോ? അവിടെ നിന്നാ മതി, പൈസ എടുത്തോണ്ട് വരും. ശരിയാ, ചിലപ്പോ സെക്രട്ടേറിയറ്റ് ഇടിഞ്ഞ് തലയെ കൂടെ വീണാലോ. നമ്മളിവിടെ നിന്നോളാവേ. ചേച്ചി, മാതിരി വള്ളിക്കേസിനൊക്കെ എവിടെ നിന്ന് കിട്ടണം? അങ്ങളുടെ പേരെന്താ? എവിടെ നിന്ന് വരുന്നു? മധുപാലത്തിനടുത്ത്. അപ്പൊ പേര്? അതാ കൊച്ചെ പറഞ്ഞ പേര് മധു. പാലത്തിനടുത്താ വീടെന്ന്. നോക്കി നീ മണി, ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം. ഇതിരിക്കട്ടെ. 200 രൂപ കൊള്ളാം. എന്താ ഡോക്ടർക്ക് ഇനി ഒരു 2 കൊല്ലം ഹോസ്പിറ്റലിൽ വരണ്ട. ഞാൻ ഇത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 200 രൂപ കൊടുത്തു കഴിഞ്ഞാലേ അവിടെ ഇരുന്ന് പുള്ളിക്ക് ജീവിക്കാനുള്ളതുണ്ട്. ഇത് കൊണ്ടാണ് എനിക്ക് ഇത് ബാൻഡേജ് മേടിക്കാൻ ഇത് പ്ലാസ്റ്റർ ഇടണ്ടേ. ഇതും കൂടെ കയ്യിൽ വെക്കണം. ഇരിക്കട്ടെ. പിന്നെ നമുക്ക് എന്താന്ന് വെച്ചാ പിന്നെ ചെയ്യാം. 300 രൂപ എന്താന്ന് വെച്ചാ പിന്നെ ചെയ്യാന്ന്. അത് ന്യായം. പിന്നെ ചെയ്യണം, ഒരു വരവും കൂടെ വരേണ്ടി വരും കേട്ടോ. ശരി, ഇപ്പൊ നിങ്ങൾ പോണം. ഓക്കെ. മോളില്ല, ഒന്നുമില്ല.
ഇതേ ഒരു നടക്ക് പോകും തോന്നണില്ല. അയാൾ വരും, പ്രശ്നം ഉണ്ടാക്കി ഇനി അയാൾ വരാനും പോണില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഇനി ഈ വണ്ടി എന്നല്ല ഒരു വണ്ടിയും ലൈസൻസ് ഇല്ലാതെ എടുക്കരുത് കേട്ടോ. ഇല്ല അച്ഛാ. ദൈവമേ, എന്തൊക്കെ ഇനി കാണേണ്ടി വരുമോ എന്തോ പറഞ്ഞു. അച്ഛാ എന്റെ കൈ വയ്യ. മണി, കൊച്ചിന്റെ കൈ നീരുണ്ട് മണി. നീരല്ലത് കൊഴുപ്പായിരിക്കും. മോളെ ഒരു കാര്യം ചെയ്യ്, നീ റെഡിയാവും. മണി വാ, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടോ. മക്കളെ വാ, വാ. ഡ്രസ് ചെയ്തിട്ട് വാ. വാ വാ, ഒടിഞ്ഞോ എന്തോ ഓടി ഓടുന്നു. എന്നെക്കൊണ്ടല്ലോ. തൊടല്ലേ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.